ഹായ് ഡിയേഴ്സ്, ഇംപ്രൂവ്മെൻ്റ് ക്ലാസ്സിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി അല്ലേ, അതെല്ലാം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ ഈ വെലോസിറ്റിയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ആ ക്വാണ്ടിറ്റിയെ പറയുന്നത് പഠിച്ചതല്ലേ, ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ഈ ആക്സിലറേഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ബട്ട് ആ വെലോസിറ്റി ചേഞ്ച് എങ്ങനെയാവാം? ചിലപ്പോൾ വെലോസിറ്റി കൂടി വരാം, അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരാം. രണ്ടാണെങ്കിലും അവിടെ ചേഞ്ച് വരുന്നില്ലേ? ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ രണ്ട് രീതിയിലാണ് പറയുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കൂ, അതായത് നമ്മുടെ നെക്സ്റ്റ് വൺ 21 ക്വസ്റ്റ്യൻ നമ്പർ 21. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ? നമ്മൾ ആക്സിലറേഷന് രണ്ട് രീതിയിൽ പറയാറുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്സിലറേഷൻ. എപ്പോഴായിരിക്കും പറയുക? ആൻസർ നോക്കൂ. അതായത് ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ, ക്ലിയർ, ടൈം അനുസരിച്ച് ബോഡിയുടെ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നാണ് പറയുക. ക്ലിയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലേ. പിന്നെ ആ 0യിൽ നിന്ന് ടൈം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കൂടി വരുന്നു. അപ്പോൾ അത്തരം ആക്സിലറേഷൻ നമ്മൾ എന്ത് പറയും? എന്താ പറയുക? പോസിറ്റീവ് ആക്സിലറേഷൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയുമ്പോൾ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് വിത്ത് ടൈം ദെൻ ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ക്ലിയർ ആയോ? ഇനി നെഗറ്റീവ് ആക്സിലറേഷൻ, നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷന് വേറെ രണ്ട് പേരിലും പറയാം കേട്ടോ. അപ്പോൾ ആ പേരുകൾ ഓർത്തു വയ്ക്കണം. എന്താണ്? ഡീസിലറേഷൻ എന്ന് പറയും, അതുപോലെ റിട്ടാർഡേഷൻ എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഒരു ഹൈ വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പതുക്കെ വെലോസിറ്റി കുറഞ്ഞ് 0 ആയിട്ട് മാറും അല്ലേ. അപ്പോഴല്ലേ റെസ്റ്റിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വെലോസിറ്റി കുറഞ്ഞു വരികയാണെങ്കിലാണ് ആക്സിലറേഷൻ നമ്മൾ നെഗറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് വിത്ത് ടൈം then its acceleration is negative. This negative acceleration is called as deceleration or retardation. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒരു ബസ്സോ ഈ കാറോ ഏത് വാഹനമായിക്കോട്ടെ, എ വെഹിക്കിൾ വിച്ച് അപ്ലൈസ് ബ്രേക്ക്, ഓക്കെ, ആൻഡ് കമ്മിങ് ടു റെസ്റ്റിലേക്ക് വരുന്നൊരു വാഹനം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കൂ. Give examples for positive and negative acceleration. പറഞ്ഞൂടെ? മാഷ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾസും കണ്ടുപിടിക്കാം. എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ആക്സിലറേഷൻ, എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ആക്സിലറേഷൻ, എ ബസ് കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 23. What do you mean by deceleration or retardation? Give example. Deceleration അല്ലെങ്കിൽ retardation തൊട്ടുമുമ്പ് മാഷ് പറഞ്ഞു, എങ്ങനെയും ചോദിക്കാം. എന്തായിരുന്നു ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ. ഇവിടെ ആദ്യം നെഗറ്റീവ് ആക്സിലറേഷൻ എന്താണെന്ന് പറയണം, എന്നിട്ട് വേണം ഡീസിലറേഷൻ പറയാൻ. ഓക്കെ, അപ്പോൾ ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി decreases with the time then the acceleration is negative. This negative acceleration is called deceleration or retardation. Okay, example, a bus coming to rest. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 24, വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്ത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ചോദ്യം നോക്കൂ. Derive the following equations of motion for a body moving with uniform acceleration in a straight line. എപ്പോഴും നമ്മൾ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ചിലപ്പോൾ 3
ഇക്വേഷൻസും കൂടെ ചോദിക്കണമെന്നില്ല. ഇതിലെ ഒന്നോ രണ്ടോ ഇക്വേഷൻസ് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും ചോദിക്കാം, ചിലപ്പോൾ രണ്ടെണ്ണം ചോദിക്കാം, പല രീതിയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, എ പാർട്ട് നോക്കൂ. v ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷന് നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ എന്നാണ് പറയുക കേട്ടോ. അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്നാണ് ചോദിക്കുക. ബി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് പറയുക. തേർഡ് വൺ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിനെ നമ്മൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ എന്നും പറയാറുണ്ട്. ദാറ്റ് ഈസ് ദ തേർഡ് റിലേഷൻ അല്ലെങ്കിൽ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതിലെ ഓരോ ഇക്വേഷൻസ് ആയിട്ട് നമ്മളെങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് എഴുതി പഠിക്കണം. എ പാർട്ട് നോക്കൂ. വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെ പാരാമീറ്റേഴ്സ് നമ്മളവിടെ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ. വി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റിയാണ്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. എ ആക്സിലറേഷനാണ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ആക്സിലറേഷൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ പ്രകാരം വി ഹാവ് ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോഴോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ. അപ്പോൾ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ നമ്മൾ എ എന്ന് കാണിക്കുന്നു. എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, അപ്പോൾ അതിൽ ആ വി മൈനസ് യു നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലേ എ ഇൻറ്റു ടി എന്നല്ലേ വരിക. ദെൻ വി ഈക്വൽ ടു ഈ മൈനസ് യു അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് യു എന്നല്ലേ വരിക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടുക? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷൻ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ വെലോസിറ്റി ടൈം റിലേഷൻ. ഇനി ബി പാർട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അല്ലെങ്കിൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട് അല്ലേ. അതെന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കാനാണ് നമ്മൾ ആ ലെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് അതും കൂടെ എഴുതി വെക്കണം. ഓരോ ഡെറിവേഷൻസ് ചെയ്യുമ്പോഴും നമ്മൾ ആ ലെറ്റേഴ്സ് എന്താണെന്നൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഓരോ പാരാമീറ്റേഴ്സ് എന്താണെന്നൊന്ന് എഴുതി വെക്കണം. അപ്പോൾ എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, യു ഇനീഷ്യൽ വെലോസിറ്റിയാണ്, വി ഫൈനൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, ടി എന്ന് പറയുന്നത് ടൈം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷനാണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ രണ്ട് രീതിയിൽ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഒന്നുകിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, അല്ല നമുക്ക് രണ്ട് വാല്യൂസ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം അല്ലേ. ആ രണ്ട് വാല്യൂസിൻ്റെ ആവറേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ ചെയ്യുക. ഇവിടെ നമ്മൾ ആ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. വി ആവറേജ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടി അല്ലേ. ഓൾസോ വി ആവറേജ് ഈക്വൽ ടു നമ്മുടെ വെലോസിറ്റീസ് ഏതൊക്കെയാണ്? വിയും യു ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി നേരത്തെ എഴുതിയ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം രണ്ടും ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് അപ്പോൾ എന്ത് എഴുതാം? എസ് ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2. അതിൽ നിന്ന് എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി എന്ന് വരും അല്ലേ. ഇപ്പുറത്തെ ഡിവൈഡഡ് ബൈ എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ടി എന്നായിട്ട് മാറും. ഇനി ഈ ഇക്വേഷനിൽ ഇപ്പം നമ്മൾ എഴുതിയ വി എന്നുള്ളതിന് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത്. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ വിക്ക് പകരം യു പ്ലസ് എ ടി എന്ന് കൊടുക്കുന്നു പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. അവിടെ മുകളിൽ എപ്പോഴും ബ്രാക്കറ്റ് ഇട്ടോളണം കേട്ടോ, ആ ടി എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇൻറ്റു ടി എന്നാണ്. ഇനി ബ്രാക്കറ്റിനകത്ത് നോക്കൂ, യു പ്ലസ് യു എന്ന് വരുന്നില്ലേ, അത് നമ്മൾ 2u എന്ന് എഴുതി അല്ലേ. അതായത് എസ് ഈക്വൽ ടു 2u പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ ആ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കുന്നു. ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ആ ടി എന്ന് പറയുന്നത് ആ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എസ് ഈക്വൽ ടു ആദ്യത്തെ വരിക 2ut ഡിവൈഡഡ് ബൈ 2 എന്ന് വരും പ്ലസ് എ ടി ഇൻറ്റു ടി. അപ്പോൾ എ ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി ആദ്യത്തെ ടേമിൽ ആ 2 ക്യാൻസൽ ചെയ്തൂടെ, ക്യാൻസൽ ചെയ്താൽ യു ടി എന്ന് കിട്ടും പ്ലസ് അല്ലേ 1/2 എന്ന് എഴുതാം ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ രണ്ട് ഇക്വേഷൻസ് എഴുതുന്നു, അത് ഇക്വേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ. ഇനി തേർഡ് ഇക്വേഷൻ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. അതായത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എഗെയിൻ ഓരോ ലെറ്റർ എന്താണ് നമ്മൾ എഴുതണം. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, യു ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, ടി ടൈം. ഇപ്പം ഇവിടെയും നമ്മൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ വി ആവറേജ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഓൾസോ വി ആവറേജ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ആ രണ്ട് ഇക്വേഷൻസ് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എസ് ബൈ ടി ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആ വി പ്ലസ് യു ഈക്വൽ ടു എന്നാണ് എഴുതുന്നത്. വി പ്ലസ് യു ഈക്വൽ ടു എന്താ വരിക, 2s ഡിവൈഡഡ് ബൈ ടി. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇനി ഓൾറെഡി നമ്മൾ നേരത്തെ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് എഴുതിയിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് കിട്ടില്ലേ, അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 and 2 നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരിക എന്താണ്, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് വരും അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിലോ 2s ബൈ ടി ഇൻറ്റു എ ടി. അതായത് ആ രണ്ട് ഇക്വേഷൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ. അതെന്തായിരുന്നു, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ വരിക. അപ്പോൾ അതേപോലെ ഇവിടെ എന്തായിരിക്കും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്തെഴുതാം നമുക്ക്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ, അല്ലെങ്കിൽ ദ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വയ്ക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 25. Give the expressions for distance covered in nth second by a body moving with uniform acceleration. അതായത് nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ 6ാമത്തെ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 5ാമത്തെ സെക്കൻഡ് കൊണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ആ ഡിസ്റ്റൻസ് ചോദിക്കുന്നത്. ഓക്കെ, nth സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരം. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചാൽ മതി. ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനില്ലേ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അതവിടെ നമ്മൾ ടി ടൈമിലെയും അല്ലെങ്കിൽ എൻ ടൈമിലെയും n-1 ടൈമിലെയും ഡിസ്പ്ലേസ്മെൻറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഡയറക്റ്റഡ് ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എക്സ്പ്രഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആൻസർ നോക്കൂ, ഡിസ്റ്റൻസ് കവേർഡ് ഇൻ nth സെക്കൻഡ് നമ്മൾ എസ് nth എന്ന് കൊടുക്കുന്നു ഈക്വൽ ടു യു പ്ലസ് 2n-1 a ബൈ 2. അല്ലെങ്കിൽ ഇതെന്നെ എങ്ങനെ എഴുതാം, എസ് nth ഈക്വൽ ടു യു പ്ലസ് n-12
ഇൻറ്റു എ. ഓക്കെ, ആ 2 അങ്ങ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഈ n എന്ന് കാണിക്കുന്നത് ഇപ്പം നിങ്ങളോട് 6ാമത്തെ സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം എന്ന് ചോദിക്കുമ്പോൾ ആ n-ന് പകരം 6 എന്ന് കൊടുക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 12th സെക്കൻഡ് എന്ന് ചോദിക്കുമ്പോൾ ആ n-ന് 12th എന്ന് കൊടുക്കുക. ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി തരും, ആക്സിലറേഷൻ തരും. എന്നിട്ട് 12th സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം എന്ന് ചോദിക്കുമ്പോൾ ആ n-ന് പകരം 12 എന്ന് കൊടുത്താൽ മതി. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്ച്വലി ഇത് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വീണ്ടും വരുന്നുണ്ട്. ബട്ട് ഇത് കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാഷ് ഇവിടെ ഒരു ചോദ്യം ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഫൈൻ ചെയ്യുക. ഗുരുത്വം മൂലമുള്ള ത്വരണം എന്ന് നമ്മൾ പറയും. ഇത് താഴോട്ട് നിർബാധം പതിക്കുന്ന ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. അപ്പോൾ അത് യൂണിഫോം ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ദ യൂണിഫോം ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നുണ്ട്. ബട്ട് ജി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈ ചാപ്റ്ററിലാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാൻ പറയും. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 27. റൈറ്റ് ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അത് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് വിട്ടു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുക. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് 9.8 എന്ന് എടുക്കാറുണ്ട്, ചിലപ്പോൾ 10 എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി എന്ന് കൊടുക്കുക, യു എന്ന് പറയുന്നത് 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ആണ് ആക്ച്വലി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അത് മാഷ് ഒരു ക്ലാസ് തന്നെയായിട്ട് എടുത്തുതരാം കേട്ടോ. എപ്പോഴും ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉപയോഗിക്കുന്ന പ്രോബ്ലംസിൽ നമ്മൾ ചില സൈൻ കൺവെൻഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? വി ഈക്വൽ ടു ജി ടി എന്നാവും. സെക്കൻഡ് ഇക്വേഷൻ യെസ് എന്ന് വെച്ചാൽ നമ്മൾ ചില കേസിലൊക്കെ എച്ച് എന്നാണ് കൊടുക്കുക. കാരണം ഹൈറ്റ് അല്ലേ, ഒരു ബോഡി മുകളിൽ നിന്ന് വീഴുന്നത് എച്ച് എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പോൾ എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ അല്ലെങ്കിൽ എസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. അടുത്തത് വി സ്ക്വയർ ഈക്വൽ ടു 2gh എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ എസ് എന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ 2gs എന്ന് എഴുതാം. ഇനി അതുപോലെ nth സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ദൂരത്തിൻ്റെ ഇക്വേഷൻ എന്താ വരിക? എസ് nth ഈക്വൽ ടു 2n-1g/2 അല്ലെങ്കിൽ എസ് nth ഈക്വൽ ടു n-12 g എന്നാണ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓക്കെ.